അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡിസൈൻ നമുക്കൊന്ന് കണ്ടാലോ. നമ്മൾ 7 ഇഞ്ചിൽ 4 ലെയർ ആയിട്ടാണ് കേക്ക് ഫൈസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള അർച്ചനയാണ് ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അർച്ചന റെഫറൻസ് പിക്കായിട്ട് ഒരു പിക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, ചേച്ചിക്ക് ഏതാണ് ഐഡിയ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഞാൻ എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഞാൻ ജസ്റ്റ് അയച്ചെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു ഡിസൈൻ ഇഷ്ടമാകാത്തതുകൊണ്ടും അർച്ചന നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടും ഞാൻ ഏത് ചെയ്ത് കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടും ഞാൻ ഡിസൈൻ പാടെ അങ്ങ് മാറ്റിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു ഫോണ്ടിന്റെ ലെറ്റേഴ്സിലും ആ ഒരു ഫോണ്ടിന്റെ ഹാർട്ടിലും എല്ലാം നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്തതിന് ശേഷമാണ് കേക്കിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. കേക്ക് ചെയ്യാൻ നേരത്ത് ഹാർട്ട് ഷേപ്പ് മോൾഡ് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പക്ഷേ ഇത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ചെയ്ത് കേക്കിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. അയ്യോ അത് വീഡിയോ എടുക്കേണ്ടതായിരുന്നു എന്ന് ഓർത്തത്. പിന്നെ കേക്കിന്റെ ബേസിലായിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷുഗർ ബോൾസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഷുഗർ ബോൾസ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു ഷുഗർ ബോൾസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ കേക്ക് സ്പെയർ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ്. പിന്നെ നമ്മുടെ അർച്ചന നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് പിക്ക് ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു 2 ഡിസൈനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്നും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും അർച്ചന 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു ഡിസൈനിലും കേക്ക് ടേസ്റ്റിലും എല്ലാം. ഓരോ ഹോം ബേക്കേഴ്സിനും നമ്മൾ ഇത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ. പിന്നെ ഈ ഹാർട്ട് ഷേപ്പിന്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.